പൂന്തോട്ടത്തിൽ മേൽപ്പുരയിൽ പൂച്ച പാല് കുടിക്കുന്നു, കണ്ണുമടച്ച് പാല് കുടിക്കുന്നു. പൂച്ച അങ്ങേ വീട്ടിലെ എലികളെ തിന്നു, ഇങ്ങേ വീട്ടിലെ എലികളെ തിന്നു, പിന്നെ കായ വറുത്തതും ഇതേപോലെ എന്തോ മതി. അല്ല, എനിക്ക് ആ സമയത്ത് ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ, ചിഞ്ചു എന്ന് പറഞ്ഞിട്ട്. ചിഞ്ചു. ഞങ്ങള് അവിടുന്ന് ഷിഫ്റ്റ് ആയി പോയപ്പോ വന്നില്ല, ചിഞ്ചു വന്നില്ല ഞാൻ വിളിച്ചിട്ട്. അപ്പൊ അന്നിങ്ങനെ എനിക്കറിയാം വിഷമം വരുമ്പോഴാണ് കവിത എഴുതുകയെന്ന് അറിയാം. അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ എഴുതിയ കവിതയാണത്. അല്ലാതെ കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ ഒതുക്കി വെക്കണതിന്റെ ഇടയിൽ പഴയ ഒരു ബുക്കിൽ നിന്ന് കിട്ടിയ കവിതയാണ്. അന്ന് ഞാനത് വായിച്ച് ഞാൻ ചിരിച്ചിരിച്ച് ചത്തു. അപ്പൊ അങ്ങനെ അത് പിന്നെ എന്റെ അബദ്ധത്തിൽ ഞാൻ ഹനീഫ്ക്കയുടെ അടുത്തിട്ട് പറഞ്ഞു തുടങ്ങിയ സമയത്ത്. ഞാനൊരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഹനീഫ്ക്ക് അത് ഭയങ്കര സീരിയസ് ആയിട്ട് കേട്ടു. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും വിളിക്കാൻ നിന്റെ കവിത കേട്ടു, എന്താ എഴുത്ത് നിർത്തിയത്, പിന്നെ എഴുതാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചടിച്ച് വന്നിരുന്നോ, എന്തിലൊക്കെയോ വന്നത്. ഞാൻ നോക്കിയപ്പോ പലരും ഇരുന്ന് മാമന് ഭയങ്കര കവിത എഴുതും അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കവിത പിന്നെ ഞാൻ അറിയാതെ അത് ഭയങ്കര ഫേമസ് ആയി.